എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നത് പലരും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എന്താണ് ഗ്യാരണ്ടി, എന്താണ് വാറണ്ടി? അത് ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. നമ്മളൊരു ബാങ്കിൽ ലോണിന് പോകുമ്പോഴത്തേക്കും പേഴ്സണൽ ഗ്യാരണ്ടി വേണമെന്ന് പറയുന്നത്, ആ ഗ്യാരണ്ടിക്ക് നമ്മൾ ഒരാൾക്കൊരു ഗ്യാരണ്ടി നിൽക്കുവാണെങ്കിൽ അയാൾ ലോൺ അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടയ്ക്കാം എന്നുള്ളതാണ് ഒരു ഗ്യാരണ്ടി. അതാണ് ഒരു ഗ്യാരണ്ടി. അതായത് അയാൾ അടച്ചിട്ടില്ലെങ്കിൽ നമ്മളിത് വസൂൽ ചെയ്യും, നമ്മൾ അടയ്ക്കാം എന്ന് പറയുന്നതിന് ഉറപ്പാണ് ഈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇതുപോലെ ചില ലോണിന് പ്രോപ്പർട്ടി കൊടുക്കും. അത് പ്രോപ്പർട്ടി ഒരു ഗ്യാരണ്ടിയാണ്, അതിൽ നിന്ന് അവർ ചാർജ് ചെയ്യും. ഇതേപോലെയാണ് ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ, സപ്പോസ് നിങ്ങൾ ഫ്രിഡ്ജോ ടി വിയോ മേടിക്കുമ്പോൾ ആ കമ്പനിയുടെ ആൾക്കാർ പറയുകയാണ്, കമ്പനിയുടെ ഉടമസ്ഥർ ഉണ്ടാക്കുന്നവർ പറയുകയാണ്, ഈ ടി വി നിങ്ങൾ ഉപയോഗിച്ചോ 5 കൊല്ലത്തേക്ക് ഞങ്ങൾ ഗ്യാരണ്ടി, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഗ്യാരണ്ടി പറയണം. 5 കൊല്ലത്തേക്ക് അവർ ഗ്യാരണ്ടി തരുവാണ്. അതായത് ഈ 5 കൊല്ലത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, സപ്പോസ് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ റിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരും, ഇല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് എടുത്ത് മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ ഒരെണ്ണം റീപ്ലേസ് ചെയ്ത് തരും. അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് തിരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും. ഇതാണ് ഗ്യാരണ്ടി. അതായത് കമ്പനിക്കാർ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് ഗ്യാരണ്ടി. 5 കൊല്ലോ 3 കൊല്ലോ 4 കൊല്ലോ എത്രയാണെന്ന് വെച്ചാൽ അവർ തരുന്ന ഒരു നിശ്ചിത കാലയളവാണ് ആ ഗ്യാരണ്ടി. ആ ഗ്യാരണ്ടി ഉറപ്പാണ്. എന്താണ് വാറണ്ടി? വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്കാർ അല്ല നിങ്ങൾക്ക് വാറണ്ടി തരുന്നത്, ഈ സെല്ലേഴ്സാണ് വാറണ്ടി. ഒരുപക്ഷെ തരുന്നത് സെല്ലേഴ്സ് ആയിരിക്കും വാറണ്ടി തരുന്നത്. അവർ പറയുവാണ്, ഈ പ്രോഡക്റ്റിന് ഞങ്ങളൊരു 3 കൊല്ലത്തെ വാറണ്ടി. 3 കൊല്ലത്തെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പീരീഡിനുള്ളിൽ ഈ പ്രോഡക്റ്റിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒന്നിലെ നിങ്ങൾക്ക് ഈ റിപ്പയർ ചെയ്ത് തരും, എന്തെങ്കിലും അതിൻ്റെ പാർട്സ് പോയിട്ടുണ്ടെങ്കിൽ പാർട്സ് റീപ്ലേസ് ചെയ്ത് തരും. അല്ലാതെ നിങ്ങൾക്ക് പൈസ മുടക്കി തരികയോ പ്രോഡക്റ്റ് മാറ്റിക്കൊടുക്കുകയോ അവർ ചെയ്യില്ല. ഈ കാലയളവിനുള്ളിൽ വരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ കംപ്ലയിൻറ്റ്സ് അവർ തീർത്ത് തരാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ടെക്നിക്കലി വിളിച്ചിട്ട് അതിനെന്താ വെച്ചാൽ ടെക്നിക്കാലിറ്റി മാറ്റിയിട്ട് നന്നാക്കി തരും. പാർട്സ് വല്ലതും പോയിട്ടുണ്ടെങ്കിൽ ആ പാർട്സ് റീപ്ലേസ് ചെയ്ത് തരും. അല്ലാതെ നിങ്ങൾക്ക് പകരം വേറെ ഒന്ന് തരുമോ, അല്ലെങ്കിൽ ഈ സാധനം തിരിച്ചെടുത്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേറെ തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് തരുമോ, ഒന്നും അവർ ചെയ്യില്ല. അതാണ് വാറണ്ടി. വാറണ്ടി ആദ്യമേ തരുന്ന ഒരു പ്രോഡക്റ്റിനൊപ്പം തരുന്ന ഒരു വാറണ്ടി ഒരുപക്ഷെ 3 കൊല്ലത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് അതുങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്ത് മേടിക്കാം. അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാറണ്ടി നീട്ടി മേടിക്കാം. സാറ് വാങ്ങും 3 കൊല്ലത്തെ വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പ്രോഡക്റ്റിൽ ഇൻബിൽട്ടായിട്ട് അവർ ചെയ്തു തരുന്നതാണ്. ഇത് പറഞ്ഞാൽ അവർ പറയും 3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണൽ പൈസ അടയ്ക്കുകയാണെങ്കിൽ 2 കൊല്ലത്തേക്ക് 3 കൊല്ലത്തേക്ക് 4 കൊല്ലത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ആ പീരീഡിലൊക്കെ ഈ പറയുന്ന വിധത്തിൽ റീപ്ലേസ്മെൻ്റ് ഇല്ല, നിങ്ങൾക്ക് സാധനങ്ങൾ മാറ്റിത്തരും, റിപ്പയർ ചെയ്ത് തരും. ഇതിനൊക്കെ ഗ്യാരണ്ടി അവരുടെ ആ പറയുന്ന വാറണ്ടിയിലുള്ള ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് 3, 4, 5 കൊല്ലത്തേക്ക് പൈസ അടച്ച് തിരിച്ചു മേടിക്കാവുന്നത്. ഗ്യാരണ്ടിയിൽ പൈസ കൊടുത്താൽ ഗ്യാരണ്ടി കിട്ടില്ല. അത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് പറയുന്ന ഗ്യാരണ്ടിയാണ് ഈ സാധനം. ഈ വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഗ്യാരണ്ടി പൈസ കൊടുത്താൽ കിട്ടില്ല, വാറണ്ടി പൈസ കൊടുത്താൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. ഇതാണ് ഗ്യാരണ്ടിയും വാറണ്ടിയും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.